ഹലോ ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക കൊണ്ടൊരു കുമ്പളപ്പം റെഡിയാക്കാം. നമുക്ക് ചക്ക കുമ്പളപ്പം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചക്ക വരട്ടിയത്. ഞാനിവിടെ ഒരു മാസം മുന്നേ ചക്ക വരട്ടി ഒക്കെ ഫ്രീസറിലെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണിത്. അത് ഒരു വർഷം വരെയൊക്കെ ഇരിക്കും. പിന്നെ നമുക്ക് അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസ് പൗഡർ വേണം. കുറച്ച് നാളികേരം ചെരുകി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണം. അപ്പോൾ നമുക്ക് കുമ്പളപ്പം റെഡിയാക്കാൻ നോക്കാം. കുമ്പളപ്പത്തിന് വേണ്ട വഴനയില കുമ്പിൾ കുത്തി വച്ചേക്കുന്നതാണിത്. വഴനയിലയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ നമുക്കതിന് ശർക്കര ഉരുക്കി ഇതിനെ ഒന്ന് ചൂടാക്കാം ആദ്യം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ചക്ക വരട്ടിയത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിന് ശർക്കരപ്പാനിയിലിട്ട് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചക്ക വരട്ടിയത് ശർക്കര ഉരുക്കിയത് കൂടിയായിട്ട് നല്ലോണം ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റൈസ് പൗഡർ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, കട്ട കെട്ടാതെ. നമുക്ക് തീ ഓഫ് ചെയ്ത് താഴേക്ക് ഇറക്കി വയ്ക്കാം. അതോടൊപ്പം തന്നെ അതിലേക്ക് നാളികേരം ചെരുകി വെച്ചിരിക്കുന്നത് ചേർക്കാം. ആവശ്യത്തിന് ഏലക്കാപ്പൊടി. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി ചേർക്കുന്നതാണ്. ഇനി ഇതിനെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ചൂടാറിയിട്ട് ചെറിയൊരു ഇളം ചൂടാവുമ്പോൾ നമുക്ക് കുമ്പിളിൽ കുത്തി വച്ചിരിക്കുന്ന കുമ്പിളിലേക്ക് ചേർത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയാക്കിയത് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഒരു ഇളം ചൂടുള്ളപ്പോൾ ഇനി നമുക്കിതിനെ വഴനയിലയിൽ വെച്ച് എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം.
അപ്പം നമ്മൾ എല്ലാ ഇതും കുമ്പിളിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പിളപ്പത്തിനെ വേവിക്കാൻ വയ്ക്കാം. ഇത് ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളമൊക്കെ വേവണം, അപ്പോഴേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമുക്ക് വച്ചാലോ? കുമ്പിളപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മാവ് ബാക്കി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇലയിൽ കുറച്ച് അടയും ഉണ്ടാക്കാം. നമ്മൾ കുമ്പിളപ്പം വേവിക്കാൻ വെച്ചിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി അത് ആയോ എന്ന് നോക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുമ്പിളപ്പം റെഡിയായില്ലേ എന്ന് നോക്കാം. റെഡിയായോ എന്നറിയാൻ അതൊരു സ്റ്റീലിൻ്റെ കൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കയ്യുമ്മലൊന്നും ഒട്ടണില്ലെങ്കിൽ അത് വേവ് കറക്റ്റ് പാകമായി എന്നുള്ളതാണ്. റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി കുറച്ച് മാവ് വന്നുകൊണ്ട് ബാക്കി വന്ന മാവ് കൊണ്ട് നമ്മൾ കുറച്ച് അടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുമ്പിളപ്പം റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.